എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് കാണിക്കാൻ പോകുന്നത് ഡിഷിൻ്റെ പെയിൻറ്റിംഗ് ആണ്. പെയിൻറ്റ് ചെയ്യുന്ന ഡിഷ് ജാംസിൻ്റെ 12 ഫീറ്റ് ഡിഷാണ്. ഡിഷിന് ഞാൻ പെയിൻ്റ് അടിക്കുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് റിബിൻ്റെ ഉള്ളിൽ പെയിൻ്റ് അടിക്കുന്നത്, അത് വേറൊരു പെയിൻറ്റ്. അതേപോലെ തന്നെ പുറംഭാഗത്ത് അടിക്കുന്നത് വേറൊരു പെയിൻറ്റ്. അങ്ങനെ രണ്ട് രീതിയിലുള്ള പെയിൻറ്റാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് കാണുക. ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ ഐറ്റംസും ഞാൻ സെയിൽ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കുക, വാട്സപ്പിൽ വോയിസ് അയക്കുകയോ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ കാണാം ഡബിൾ റിബും സിംഗിൾ റിബും. ഈ സിംഗിൾ റിബിൻ്റെ കറുത്ത പെയിൻ്റ് അടിച്ചിട്ടാണ് ജാംസിൻ്റെ വന്നിട്ടുള്ളത്. അത് ഉരച്ച് കളഞ്ഞപ്പോൾ നല്ല തുരുമ്പുണ്ടായിരുന്നു. അപ്പം ഡബിൾ റിബ് കംപ്ലീറ്റ് ഉരച്ചിട്ടുണ്ട്, കണ്ടല്ലോ ഉരച്ച രീതി. ഇനി ഇതിൽ പെയിൻറ്റ് പാരണം. അതായത് റിബിൻ്റെ ഉള്ളിലാണ് ആദ്യം പെയിൻറ്റ് വരുന്നത്. അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഡബിളിൻ്റെ ഒരു സൈഡ് നമുക്ക് പെയിൻറ്റ് പാരാൻ പറ്റും, ഉള്ളിലേക്ക് തുരുമ്പ് വരാതിരിക്കാൻ പെയിൻറ്റ് പാരാൻ പറ്റുള്ളൂ. ഇവിടെ അടച്ചതാണ്, ഈ ഒരു സൈഡ് അടച്ചിട്ടുണ്ട്, കണ്ടല്ലോ. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗം ചെയ്യാൻ പറ്റും, പെയിൻറ്റ് പാരാൻ പറ്റും. പിന്നെ ഇവിടെ ഞാൻ ചെയ്തിട്ടുള്ള ടേപ്പ് വെച്ചിട്ട് ഓള് അടച്ചിട്ടുണ്ട്. അങ്ങനെ 2 ഓളാണ് വരുന്നത്. ചില റിബിന്, അതായത് ഫോക്കസ് വരുന്ന റിബിന് ഓളിൻ്റെ എണ്ണം കൂടും. അപ്പം ഇതിന് വന്നിട്ടുള്ള 2 ഓളാണ്. അപ്പോൾ ഈ 2 ഓൾ അടച്ചിട്ടുണ്ട്, കണ്ടല്ലോ. ഓൾ അടച്ചിട്ടുള്ള ഈ ടേപ്പ് വെച്ചിട്ടാണ്. ഓൾ അടയ്ക്കുന്ന രീതി കാണിച്ചു. പിന്നീട് ശ്രദ്ധിക്കാനുള്ള ബെൽഡിങ്ങിൻ്റെ ജോയിൻറ്റ്, കണ്ടല്ലോ. ബെൽഡിങ് ചെയ്ത സ്ഥലം ഇവിടെയും ചെറിയ ഓള് വരും, ചെറിയ ഓളുകൾ വരും. അപ്പോൾ ഇവിടെ നമുക്ക് അടയ്ക്കാനുള്ളൊരു മാർഗം, ഞാനൊരു എളുപ്പമാർഗം കണ്ടത്, പല രീതിയിൽ ചെയ്യാം, സിലിക്കോണൊക്കെ വെച്ച് ചെയ്യാം. ഞാൻ ചെയ്തിരിക്കുന്നത് സോപ്പ്, കണ്ടല്ലോ. ഈ സോപ്പിൻ്റെ ചെറിയ പീസ് എടുത്തിട്ട് അവിടെ തേച്ച് വെച്ചു, കണ്ടോ. ഇതേ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഓള് കംപ്ലീറ്റ് അടഞ്ഞു പോകും. അതിൽ കൂടി പെയിൻറ്റ് പാർന്നു കഴിഞ്ഞാൽ, റിബിൻ്റെ ഉള്ളിൽ കൂടി പെയിൻറ്റ് പാർന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് പോകില്ല. ഈ രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ഡബിൾ റിബെല്ലാം തുരുമ്പ് വരച്ച് വെച്ചതാണ്. ഏകദേശം 10 ദിവസം പോലായി വരച്ച് വെച്ചിട്ട്, എന്നാലും തുരുമ്പുണ്ട്. അതൊക്കെ ഇനി വരച്ച് കളയണം ഒന്നും കൂടി പുറത്ത് പെയിൻ്റ് അടിക്കുമ്പോൾ. അതേപോലെ തന്നെ എല്ലാ ഓളും അടച്ചിട്ടുണ്ട്, ഉണ്ടല്ലോ. ബെൽഡിങ്ങിൻ്റെ ജോയിൻ്റ് വരുന്നിടത്ത് സോപ്പ് വെച്ച് അടച്ചിട്ടുണ്ട്. എല്ലാ അടിഭാഗം സോപ്പ് വെച്ചിട്ടാണ് അടച്ചിട്ടുള്ളത്. ഇതിനൊക്കെ ചെയ്തിട്ടുണ്ട്, ഉണ്ടല്ലോ. റിബിലേക്ക് വയ്ക്കുന്ന പെയിൻറ്റ് പരിചയപ്പെടുത്താം. പെയിൻറ്റ് പാകത്തിനെടുത്ത് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇത്രയും പെയിൻ്റ് ഉണ്ടെങ്കിൽ ഒരു റിബിൻ്റെ ഉള്ളിലേക്ക് ഒഴിക്കാൻ പറ്റും. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ കാളം വെച്ചിട്ടാണ് അതിലേക്ക് ഒഴിക്കുന്നത്, അല്ലാഞ്ഞാൽ പുറത്തു പോകും. ഉള്ളിലേക്ക് പെയിൻറ്റ് ഒഴിക്കാൻ പോവുകയാണ്. നിങ്ങൾ കണ്ടു നോക്കുക എങ്ങനെ ഒഴിക്കുന്നത് എന്നുള്ളത്. വെച്ച് കണ്ടല്ലോ. ഇതിലേക്ക് ഒഴിച്ച് നിറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് അടിയിലൊരു പാത്രം വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് തിരിച്ച് ഒഴിക്കും. അത് നിങ്ങൾ കണ്ടു നോക്കുക എങ്ങനെ ഒഴിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ റിബിൻ്റെ ഉള്ളിൽ പെയിൻ്റ് അടിക്കുന്ന രീതി നിങ്ങൾ കണ്ടല്ലോ. ഈ രീതിയിൽ നമ്മൾ ചെയ്തപ്പോൾ ഒട്ടും പെയിൻറ്റ് പുറത്തേക്ക് പോയിട്ടില്ല, കണ്ടല്ലോ. ഇവിടെ ഇങ്ങനെ ഓൾ അടച്ചത് കൊണ്ടാണ് അത് പോകാതെ. ഓൾ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പെയിൻറ്റ് ഒത്തിരി വേസ്റ്റായി പോവും. പിന്നീട് നമ്മൾ ചെയ്തപ്പോൾ ഇത്തിരി പെയിൻറ്റ് പുറത്തേക്ക് പോയെന്ന് പറയണത് കാരണം ഈ റിബിൻ്റെ ഉള്ളിൽ, അതായത് ഈ ചെറിയ പീസിൻ്റെ ഉള്ളിലേക്ക് പറഞ്ഞപ്പോഴാണ്. നല്ല രീതിയിൽ പെയിൻറ്റ് വന്നിട്ടുണ്ട് ഉള്ളിൽ, ഉണ്ടല്ലോ. ഡബിൾ റിബിന് പെയിൻ്റ് അടിക്കുന്ന രീതിയാണ് കണ്ടത്. ഇനി സിംഗിൾ റിബിൻ്റെ നോക്കാം എങ്ങനെ ചെയ്യാന്നുള്ളത്. റിബ് തുരുമ്പ് വരുത്തി അത് ഞാൻ ചെയ്തിരിക്കുന്നത് 2 ടേപ്പാണ് ഒട്ടിച്ചിട്ടുള്ളത്, വീതി കൂടിയതും വീതി കുറഞ്ഞതും.
വീതി കൂടിയത് ഈ അറ്റത്ത് ഒട്ടിച്ചിട്ടുള്ളത്. പിന്നെ നടുഭാഗത്തായിട്ട് ചെറിയ ടാപ്പ്, അതേപോലെ അറ്റത്തും മൊത്തം 3 ഹോളാണ് നമുക്ക് അടയ്ക്കേണ്ടത് സിംഗിൾ റിബിന്. ഈ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി പെയിന്റ് പാർന്ന് നോക്കാം. ഇതിൻ്റെ ഉൾഭാഗം പെയിൻ്റ് അടിക്കുന്ന രീതിയാണ് കാണിച്ചത്. ഇനി പുറം ഭാഗം പെയിൻ്റ് അടിക്കുന്നത് കാണിക്കാം. അതിൻ്റെ മുന്നേ പുറം ഭാഗത്തടിക്കുന്ന പെയിൻ്റ് ഏതാണെന്നുള്ളത് പരിചയപ്പെടുത്താം.